ഹായ്, വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. നമ്മുടെ ECGD 1.0 എന്ന പുതിയ പ്രീമിയം കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന SSC GD ക്രാക്ക് ചെയ്യാനുള്ള ഈസിയായ വേ ഓഫ് മെത്തേഡ് FSK ഡിഫൻസ് അക്കാദമിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടും കണ്ടതിന് ശേഷമേ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് കാണുവാൻ പാടുള്ളൂ. കാരണം ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിലായ സിലബസിനെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ SSC GDയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനും അതോടൊപ്പം തന്നെ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം രണ്ടാമത്തെ പാർട്ടിൽ നമ്മളെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മനസ്സിലാകാനുള്ള അത്യാവശ്യം ബേസിക് ക്ലാസ്സാണ് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കല്ലേ. നമ്മുടെ പുതിയ സീരീസിൻ്റെ പേരാണ് ECGD 1.0 ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ പാർട്ട്. അപ്പോൾ എല്ലാവരും രണ്ടാമത്തെ പാട്ടൊക്കെ പഠിച്ചില്ലേ? പഠിച്ചതിന് ശേഷമേ നമ്മൾ മൂന്നാമത്തെ പാട്ടിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഈ രണ്ടാമത്തെ പാട്ടും മൂന്നാമത്തെ പാട്ടും പഠിച്ചതിന് ശേഷമേ നമുക്ക് ഗ്രാമർ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും മൂന്നും പഠിച്ചതിന് ശേഷമേ നമ്മളെ ഗ്രാമർ നമുക്ക് ഈസിയായി പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് അല്ലേ? WH ക്വസ്റ്റ്യൻസ് നോക്കിയേ, എല്ലാ ക്വസ്റ്റ്യൻസും WH കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ? അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ WH കൊണ്ട് തുടങ്ങാത്തതുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ വേർഡ് നോക്കാം. WH ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അല്ലേ? അതെ, ക്വസ്റ്റ്യൻസ് നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഒന്നുകൊണ്ടും നല്ലതാണ്. ഇംഗ്ലീഷിൻ്റെ ബേസിക് ക്ലാസ്സാണിത്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തും. ഏത് തല മത്സര പരീക്ഷകൾക്ക് നോക്കുന്നവരും SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഏത് തല കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. WH ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ നോക്കിയേ, വാട്ട് എന്നല്ല എന്താ? എന്ത് എന്നുള്ള അർത്ഥമാണ് വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിൻ്റെ പേര്? വാട്ട് എന്നാൽ എന്ത് എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ, വെൻ എന്നുള്ള മീനിങ് എന്താ? വെൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? എന്ന് അല്ലെങ്കിൽ എപ്പോൾ അല്ലേ? നമ്മൾ ചോദിക്കും എന്നാ വരിക അല്ലേ? എപ്പോഴാണ് വരിക? എപ്പോഴാണ് പോകുന്നത്? ട്രെയിൻ എപ്പോഴാണ് വരുന്നത്? ഓക്കെ, വെൻ വിൽ യു കം? നീ എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ നീ എന്ന് വരും. ഓക്കെ, വെൻ എന്ന് പറഞ്ഞാൽ എന്ന്, എപ്പോൾ പഠിച്ചു വെക്കുക. മൂന്നാമത്തെ വേർഡ് നോക്കൂ, WH ക്വസ്റ്റ്യൻസ്, വേർ എന്നാൽ എന്താ? എവിടെ. വേറെ അറിയൂ, നീ എവിടെയാണ്? വേർ എവിടെ അല്ലേ? നമ്മൾ സ്ഥലമൊക്കെ ചോദിച്ചാൽ വേർ ഈസ് ദ പ്ലേസ്, എവിടെയാണ് ആ സ്ഥലം? വേർ എന്ന് ചോദിച്ചാൽ എവിടെ. അടുത്തതോ വിച്ച് പറഞ്ഞാൽ എന്താ? ഏത്. വിച്ച് എന്നതിൻ്റെ അർത്ഥം ഏത്. വിച്ച് ഈസ് ടൈപ്പ് ഓഫ് കാറ്റഗറി, ഏത് ടൈപ്പാണ് അത് അല്ലേ? വിച്ച് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ്, ഏത് തരം വെജിറ്റബിളിൻ്റെ ടൈപ്പാണത്. നമുക്ക് ഏത് എന്നുള്ള അർത്ഥം പേരാണ് വിച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? അടുത്ത WH ക്വസ്റ്റ്യൻസ് എന്താ? വൈ പറഞ്ഞാൽ എന്താ? എന്ത് കൊണ്ട്. വൈ എന്ത് കൊണ്ട്, അർത്ഥം മനസ്സിലാക്കിയേക്ക. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വൈ എന്ന് പറഞ്ഞാൽ എന്ത് കൊണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോയത്? അപ്പോൾ എന്ത് കൊണ്ട് എന്നാണ് വൈൻ്റെ അർത്ഥം. അടുത്ത് നോക്കാം നമുക്ക്, ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? ആര്. നമ്മൾ ചോദിക്കും ഹൂ ആർ യു? നീ ആരാണ്? ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥം. അടുത്തത് നോക്കൂ, ഹൂം എന്ന് പറഞ്ഞാൽ എന്താ? ആരെ. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ എന്നുള്ള അർത്ഥമാണ് തരുന്നത്. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ. അടുത്തത് നോക്കൂ,
ഹൂസ് ആരുടെ. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ എന്നുള്ള മീനിങ് ആണ് നമുക്ക് തരുന്നത്. അടുത്ത വാക്ക് നോക്കൂ, ഹൗ അല്ലേ. ഹൗ ഹൗ പറഞ്ഞാൽ എങ്ങനെ. ഹൗ എങ്ങനെ അത് സാധിച്ചു. ഹൗ ക്യാൻ ഡു യു എങ്ങനെ നിനക്കത് ചെയ്യാൻ സാധിച്ചു. ഹൗ എന്നുള്ള അർത്ഥം. അപ്പോൾ ഒന്ന് പറഞ്ഞ് നോക്കിക്കുക. തുടക്കം മുതൽ വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വെൻ എന്ന് പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ എപ്പോൾ, വേർ എന്ന് പറഞ്ഞാൽ എവിടെ, വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്, വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂം എന്ന് പറഞ്ഞാൽ ആരെ, ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന വേർഡാട്ടോ. നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ഈ WH ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് പഠിച്ചു വെക്കുന്നതിലാണ് ഏറ്റവും ബേസിക്കായ ഫസ്റ്റ് ലെവൽ സ്റ്റെപ്പ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. വെബ്സ്. എന്താ വെബ്സ് പറഞ്ഞാൽ? ക്രിയ, പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ വെബ്സ് എന്ന് പറയും. ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ്, ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ സബ്ജക്റ്റ് വേണം, അതോടൊപ്പം തന്നെ വെർബും വേണം. എന്നാലേ നമുക്കൊരു മീനിങ് ഫുള്ളായ ഒരു സെൻറ്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെർബ്സ്, കുറച്ച് ക്രിയകൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഏതൊരാൾക്കും ഇത് ഉപകാരപ്പെടും. ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആളുകൾക്ക് വരെ ഇത് കാണിച്ചു കൊടുത്താൽ അത്യാവശ്യം ഇംഗ്ലീഷിനോട് പഠിക്കാനുള്ള താല്പര്യം, ടെൻഡൻസി കൂടും. അപ്പോൾ കുറച്ച് നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുന്ന കുറച്ച് ക്രിയകളെ നമുക്ക് പരിചയപ്പെട്ട് നോക്കാം കേട്ടോ. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുക. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ഗീവ് എന്ന് പറഞ്ഞാലോ? കൊടുക്കുക. ഗീവ് പറഞ്ഞാൽ കൊടുക്കുക. അടുത്ത നോക്കിയേ, റൈറ്റ് പറഞ്ഞാൽ എന്താ? റൈറ്റ് എഴുതുക. റൈറ്റ് എഴുതുക. അടുത്ത നോക്കൂ, അടുത്ത ക്രിയ കം എന്ന് പറഞ്ഞാൽ വരിക. ഇതൊക്കെ പ്രവൃത്തിയല്ലേ? കം വരിക. അടുത്ത പ്രവൃത്തി നോക്കൂ, സീ എന്ന് പറഞ്ഞാൽ കാണുക. ഐ സീ നമ്മൾ പറയല്ലേ, സീ എന്ന് പറഞ്ഞാൽ കാണുക. അടുത്തതോ ടീച്ച് പഠിപ്പിക്കുക. ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അടുത്തതോ ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ഒന്നും പാടെ നോക്കിയ ക്രിയകൾ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, കം എന്ന് പറഞ്ഞാൽ വരിക, സീ എന്ന് പറഞ്ഞാൽ കാണുക, ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക, ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും നമുക്ക് ഗ്രാമർ മനസ്സിലാക്കാൻ ബേസിക്കായ സ്റ്റെപ്പാണ് ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് ഗ്രാമറിൻ്റെ ഫോമും കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് മുഖേന നമുക്ക് SSC GDയുടെ ചാപ്റ്റേഴ്സായ എറർ, അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഈ രണ്ട് കാറ്റഗറി, ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെബ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കുറച്ച് പേരുകൾ, കുറച്ച് വെബ്സ് വേറെ നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അടുത്തതോ സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സംസാരിക്കുക. അടുത്തത് നോക്കൂ, ടേക്ക് എന്നാൽ എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. ടേക്ക് എടുക്കുക. ഗോ നമുക്ക് പൊതുവെ കേട്ട് ശീലല്ലേ വേടാ അല്ലേ? യു ഗോ മാൻ അല്ലേ? ഗോ എന്ന് പറഞ്ഞാൽ പോവുക അല്ലേ? പോവുക. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില കോമണായ ഇംഗ്ലീഷിൻ്റെ ക്രിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഈ വീഡിയോ കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ, മീനിങ് ഫുള്ളായ. അടുത്ത് നോക്കൂ, ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക അല്ലേ? ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക. ക്രൈ എന്ന് പറഞ്ഞാലോ? കരയുക. അടുത്തത് നോക്കൂ, ലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കുക. ചിരിക്കൂലേ? ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞ് നോക്കിയാൽ ഒന്നാമത്തെ എന്താ? സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക,
സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക, ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക, ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ വെർബ്സിൻ്റെ ഫോം. വെർബ് പറഞ്ഞാൽ എന്തിനും ക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. അതിനെ നമ്മൾ 5 ഫോമാക്കി തിരിച്ചിട്ടുണ്ട്. V1 ഫോം, V2 ഫോം, V3 ഫോം, V4 ഫോം, V5 ഫോം. ഇങ്ങനെ 5 തരം ക്രിയകളെയാണ്. അതായത് ഇപ്പോൾ പ്ലേ എന്നുള്ളതിന് തന്നെ നമ്മൾ 5 ക്രിയകളായിട്ട് തിരിക്കും. ഇത് നമുക്ക് ഗ്രാമർ പഠിക്കുമ്പോൾ വേണം. അപ്പോൾ അതാണ് ഇപ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാമർ ഈസിയായി പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെർബ്സിൻ്റെ ഫോം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. V1 ഫോം ആണ് എന്താ? വെർബിൻ്റെ ബേസ് ഫോം കേട്ടോ, വെർബിൻ്റെ അടിസ്ഥാന ഫോം. കുറച്ച് എക്സാമ്പിൾ നമ്മൾ പരിചയപ്പെടുത്തി തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. നമ്മൾ പ്ലേ എന്ന് പറയുകയാണെങ്കിൽ കളിക്കുക, അതാണ് V1 ഫോം എന്ന് പറഞ്ഞത്, ബേസ് ഫോം, വെർബിൻ്റെ ബേസ് ഫോം. അടുത്തത് V2 ഫോം അറിയാം നമ്മൾ. രണ്ടാമത്തത് V2 ഫോം പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയാം. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ക്രിയകളെയാണ് V2 ഫോം എന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്ത സ്ലൈഡിൽ കുറച്ച് എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടുത്തിരും. ഇപ്പോൾ V2 ഫോം പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് എഴുതി വെക്കട്ടോ. V2 ഫോം പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാലം. ഇപ്പോൾ പ്ലേ എന്നാണെങ്കിൽ പ്ലേഡ്. എന്താ മീനിങ് വരിക? പ്ലേഡ് പറഞ്ഞാൽ കളിച്ചു, കളിച്ചു, കളിച്ചു എന്നുള്ളത് കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ V2 ഫോമിൽ കളിച്ചു, പാസ്റ്റ് ടെൻസിനെയാണ് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ V3 ഫോം, അതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതും കഴിഞ്ഞു പോലെ കാലഘട്ടത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ പ്ലേഡ് എന്ന് തന്നെ പറയാം കേട്ടോ. V3 ഫോമും പ്ലേഡ് എന്നാണ്. അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് എക്സാംസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഈ വെർബിൻ്റെ ഫോമുകൾ എത്ര വിധം ഉണ്ടെന്ന് പരിചയിക്കാം കേട്ടോ. ഇനി നാലാമത്തെ ഫോം എന്താ? V4 ഫോം, ING ഫോം എന്ന് പറയും നമ്മൾ. ING ഫോം, അതായത് ബേസ് ഫോമിൻ്റെ ഒപ്പം ING പാടെ ആഡ് ചെയ്യുക. പ്ലേയിങ്, ഇതേപോലെ കേട്ടോ, പ്ലേയിങ്. ING ഫോമിനെ നമ്മൾ V4 ഫോം എന്ന് പറയാം. അടുത്ത V5 ഫോം കേട്ടോ. V5 ഫോം പറഞ്ഞാൽ പ്രസൻറ്റ് സിംഗുലർ ഫോം. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതായത് V5 ഫോം പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഫോമില്ലേ, V1 ഫോമിൻ്റെ ഒപ്പം നമ്മൾ SO അല്ലെങ്കിൽ ESO കൂട്ടിച്ചേർക്കുക. അപ്പോൾ പ്ലേസ് എന്ന് പറയും നമ്മൾ കേട്ടോ. അപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കിക്കുക. വെർബിന് 5 ഫോം എന്നുണ്ട്. വെർബിന് നമ്മുടെ ക്രിയകൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇംഗ്ലീഷിൽ 5 ഫോം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോം V1 ഫോം, രണ്ടാമത്തെ ഫോം V2 ഫോം, മൂന്നാമത്തെ ഫോം V3 ഫോം, നാലാമത്തെ ഫോം V4, അഞ്ചാമത്തത് V5. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കട്ടെ. നമ്മൾ പഠിച്ചപ്പോൾ ക്രിയകളിലെ കുറച്ച് മുമ്പ് പഠിച്ച ക്രിയകൾ, അതിൻ്റെ 5 ഫോം നമുക്ക് പഠിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. കുറച്ച് നല്ല മുഴുവനായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തത് V1 ഫോം കേട്ടോ. ഹെഡിങ് നോക്കി, V1 ഫോം, V2 ഫോം, V3 ഫോം, V4 ഫോം, അതുപോലെ തന്നെ V5 ഫോം. 5 ഫോം കേട്ടോ വെർബിൻ്റെ. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ വെർബ് പ്ലേ കണ്ടോ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അത് V1 ഫോം. അത് V2 ഫോം നമ്മൾ പാസ്റ്റിലേക്ക് പറയുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് പറയുമ്പോൾ പ്ലേഡ് എന്നാവും. പ്ലേഡ്, കളിച്ചു. V3 അതന്നെ പ്ലേഡ്, കളിച്ചു, പാസ്റ്റ് ഫോം. V4 ഫോം നോക്കൂ, ING ഫോം വന്നുണ്ടോ. പ്ലേയിങ്, പ്ലേയിങ്, പ്ലേയിങ് എന്നായി. അഞ്ചാമത്തതോ V5 ഫോമോ SO ESO കൂട്ടി കൊടുക്കുക, അതായത് പ്ലേസ്. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഗീവ്. ഗീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചിനി? ഗീവിൻ്റെ മീനിങ് എന്തേനി? ഗീവിൻ്റെ മീനിങ് എന്തേനി? കൊടുക്കുക അല്ലേ? ഗീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ V1 ഫോമാണ്, കൊടുക്കുക. V2 എന്നാകുമ്പോൾ ഗെയ്വ് കണ്ടോ, ഗെയ്വ് എന്നായി കേട്ടോ. ഗെയ്വ് എന്ന് പറഞ്ഞാൽ കൊടുത്തു, കൊടുത്തു, കഴിഞ്ഞു പോയ കാലമാണ്, കൊടുത്തു, നമ്മളത് കൊടുത്തു. മൂന്നാമത്തെ ഫോമോ ഗീവൺ, അതും കൊടുത്തു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗീവ്, ഗെയ്വ്, ഗീവൺ. അതേപോലെ തന്നെ V4 എന്താ നോക്കിക്കുക, ING ഫോം വരുമ്പോൾ ഗീവിങ്, ഗീവിങ് കണ്ടോ. V1 ഒപ്പം ING കൂട്ടി കൊടുക്കുക, V1 ഒപ്പം ING ഫോം കൂട്ടി കൊടുക്കുക, ഗീവിങ്.
V5 ഗീവ്സ്, കണ്ടോ, ഗീവ്സ്, SO ESO ആഡ് ചെയ്ത് കൊടുക്കുക, ഗീവ്സ്. ഓക്കെ അല്ലേ? അടുത്ത ഫോം നോക്കേ, റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. V2 ഫോം എന്താ? റോട്ട്, എഴുതി. മൂന്നാമത്തത് V3 ഫോം റിട്ടൺ. V4 ING മാഡ് ആഡ് ചെയ്യുക. എന്തിൻ്റെ ഒപ്പം? V1ൻ്റെ ഒപ്പം. V1 എന്തേനും? റൈറ്റ്. റൈറ്റിൻ്റെ ഒപ്പം ING കൂടുമ്പോൾ റൈറ്റിംഗ് അല്ലേ? V5 ഫോമോ റൈറ്റ്സ്, എസ് കൂട്ടി കൊടുക്കുക, റൈറ്റ്സ്. കണ്ടില്ലേ? അടുത്ത് നോക്കൂ, കം. കം എന്ന് പറഞ്ഞാൽ വരിക. V2 ഫോം എന്താ? കെയിം, വന്നു. V3 ഫോമോ കം തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ, കം തന്നെ. നമ്മളെ V1 ഫോം തന്നെയാണ് V3യിലും വരിക എന്നുള്ളതിന് കം തന്നെ കേട്ടോ പറയാം. കമ്മ്, കെയിമ്, കം, കമ്മിങ്. V5 ഫോം കംസ്. ഓക്കെ, അടുത്ത നോക്കൂ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. വായിച്ചോളി. സി. സി എന്ന് പറഞ്ഞാൽ അതന്നെ കാണുക. സി എന്ന് പറഞ്ഞാൽ കാണുക. V2 ഫോം എന്താ? സോ. സോ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം, കഴിഞ്ഞു പോയത്. കാണുന്നതിൻ്റെ പാസ്റ്റ് ഫോം എന്താ വരിക? കണ്ടു, കണ്ടു. V3 ഫോം സീൻ, അതും കണ്ടു. V4 ING ഫോം അല്ലേ വരുന്നത്? സീയിങ്, സീയിങ്, ING ഫോം കേട്ടോ, മറക്കരുത്, സീയിങ്. V5 ഫോം സീസ്, സീസ്. നമ്മൾ വെർബിന് 5 ഫോമാണുള്ളത്. V1, V2, V3, V4, V5. വെർബ് പറഞ്ഞാൽ എന്തേനും? ക്രിയ അല്ലേ? ക്രിയകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കേട്ടോ. 5 ഫോം: V1, V2, V3, V4, V5. അതിൽ ഓരോ എക്സാമ്പിൾ വെച്ച് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കണ്ടില്ലേ? എന്തൊക്കെയാണ്? പ്ലേ, പ്ലേഡ്, പ്ലേയിങ്, പ്ലേസ്. അടുത്തതോ ഗീവ്, ഗേവ്, ഗിവൺ, ഗീവിങ്, ഗീവ്സ്. അടുത്തതോ റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്, റൈറ്റ്സ്. കം, കെയിം, കം, കമ്മിങ്, കംസ്. പിന്നെ സീസ്, സോ, സീൻ, അങ്ങനെ സീയിങ്, സീസ്. ഓക്കെ അല്ലേ? കുറച്ചും പാടെ എക്സാമ്പിൾ നോക്കട്ടോ, ഒന്നുപാടെ മനസ്സിലായിക്കോട്ടെ കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വ്യക്തതയോടുകൂടെ പഠിക്കണം കേട്ടോ. ഗ്രാമർ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മെത്തഡാണ് ഇത്. ബേസിക് ക്ലാസ്സാണ്. ഈ ക്ലാസ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഗ്രാമർ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ഈസിയായി എറർ മിസ്റ്റേക്കും അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും നിങ്ങൾക്ക് SSC GDയിലെ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ. നോക്കൂ എക്സാമ്പിൾ. V1 ഫോമിൽ എന്താ കൊടുത്തത്? ടീച്ച്. ടീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ച്, പഠിപ്പിക്കുക. അടുത്തത് തോട്ട്, പഠിപ്പിച്ചു. പിന്നെ V3 വായിക്കും, തോട്ട്. V4 ING ഫോം ടീച്ചിങ്, അങ്ങനെ. V5 ടീച്ചേഴ്സ്. അടുത്തത് നോക്കൂ, ടെൽ, ടോൾഡ്, ടോൾഡ്, ടെല്ലിങ്, ടെൽസ്. ടെൽ എന്ന് പറഞ്ഞാൽ എന്തേനും? പറയുക, അങ്ങനെ പറയുക. ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ. അടുത്തത് എന്താ? സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക അല്ലേ? സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. V2 ഫോം സ്ലപ്റ്റ്, സ്ലപ്റ്റ്. V3 ഫോം സ്ലപ്റ്റ് തന്നെയാണ്. V4 ING ഫോം സ്ലീപ്പിങ്. V5 SO ESO ചേർത്ത് കൊടുക്കുക, സ്ലീപ്സ് കേട്ടോ. ഓരോ വെർബിനും ഓരോന്നിനും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. V5 ചേർക്കുമ്പോൾ ഒക്കെ ഗ്രാമർ അറിയുമ്പോൾ ഒന്നുപാടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെർബിന് 5 ഫോം ഇട്ട് മനസ്സിലാക്കുക. 5 ഫോം എക്സാമ്പിൾ വെച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത നോക്കൂ, സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുക. സ്പീക്ക്. V2 ഫോം നോക്കി, സ്പോക്ക്, സംസാരിച്ചു. V3 ഫോമോ സ്പോക്കൺ. V4 സ്പീക്കിംഗ്. V5 സ്പീക്സ്. ഓക്കെ അല്ലേ? സ്പീക്സ്. നമ്മുടെ വെർബിൻ്റെ സിംഗുലർ ഫോമും പാടാട്ടോ ഈ സ്പീക്സ് എന്ന് പറയുമ്പോൾ. ഒരാൾ സംസാരിച്ചു എന്നുള്ള അർത്ഥമാണ് അപ്പോൾ തരിക. അടുത്ത നോക്കി, ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലേ? ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്കിൻ, ടേക്സ്. കണ്ടോ? ടേക്സ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ പാടാൻ നോക്കട്ടെ. ഒന്ന് ചെറിയ എക്സാമ്പിൾ, അതിലും പാടുള്ളൂ. എന്താ വെച്ചാൽ ബേസിക്കായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഈസിയായി സ്കോർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമറും നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. എക്സാമ്പിൾ നോക്കൂ, ഗോ. ഗോ പറഞ്ഞാൽ എന്താ? പോവുക. ഗോൻ്റെ V2 ഫോം എന്താണ്? വെൻറ്റ്, പോയി. V3 ഗോണ്. V4 ഗോയിങ്. V5 ഫോം
ഗോസ്. അടുത്തതോ നോക്കൂ നോക്കൂ, ജമ്പ്. ജമ്പ് ജമ്പ് പറഞ്ഞാൽ ചാടുക. എല്ലാവരും ഒന്ന് ചാടിക്കാണിയും, ഉറക്കമൊക്കെ കൊണ്ടുപോയി പോട്ടെ. എല്ലാവരും ഒന്ന് ചാടിട്ടോ. ചാടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയും ക്ലാസ് കാണിയും നോട്ടെടുക്കുകയും കറക്റ്റായി ഫോക്കസ് ചെയ്യും പഠിക്കുകയും ഇംഗ്ലീഷ് നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാം കേട്ടോ. ജമ്പ് V2 ഫോം, ജമ്പഡ് V3 ഫോം, ജമ്പഡ് V4 ING ഫോം, ജമ്പിങ് V5 ജംസ്. അടുത്തത് ലാഫ്. ലാഫ് പറഞ്ഞാൽ ചിരിക്കുക. ലാഫ്ഡ്, ലാഫഡ്, ലാഫിങ്, ലാഫ്സ്. ക്രൈ പറഞ്ഞാൽ എന്താ? കരയുക. ക്രൈ, ക്രൈഡ്, ക്രൈഡ്. V4 ക്രൈയിങ്, ക്രൈസ്. ഓക്കെ അല്ലേ? വെർബിൻ്റെ ഫോം എല്ലാവർക്കും മനസ്സിലായില്ലേ? വെർബിന് 5 ഫോം: V1, V2, V3, V4, V5. നമ്മൾ കുറച്ച് എക്സാമ്പിൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ഫോമും പഠിച്ചു അല്ലേ? എല്ലാ വെർബിനും എല്ലാ ക്രിയകൾക്കും അല്ലേ, എല്ലാ നമ്മുടെ പ്രവർത്തികൾക്കും ഇതേമാതിരിക്ക് ഇംഗ്ലീഷിൽ 5 തരം ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ 3 ആയിക്കാനാണ് തിരിക്കുക: V1, V2, V3. പിന്നെ നമുക്ക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി, സിമ്പിളാക്കാൻ വേണ്ടി, സുഖത്തിന് വേണ്ടി V4ഉം V5ഉം പാടെ ആഡ് ചെയ്ത് പഠിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സെൻറ്റൻസ് മേക്കിംഗ്. നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് SVO എന്നിലെ പാറ്റേണിലാണ് നമ്മൾ സെൻറ്റൻസ് സാധാരണ രീതിക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ? SVO ഉണ്ടാവും. S+V+O എന്ന് പറയുന്നതാണ് നമുക്കൊരു സെൻറ്റൻസ് ആയി കിട്ടുക. അതിൽ എസ് എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റ്. V എന്ന് പറഞ്ഞാൽ വെർബ്, നമ്മളിപ്പോൾ പഠിച്ചു. O എന്ന് പറഞ്ഞാലോ ഒബ്ജക്റ്റ്. അതെന്താണെന്ന് പറഞ്ഞു കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 2 ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നേ, ഇംഗ്ലീഷിൻ്റെ പാർട്ട് 2 ക്ലാസ്സിൽ ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി അല്ലേ, നമ്മളങ്ങനെ എക്സെട്ര അങ്ങനെ കുറേ പഠിച്ചിരിക്കണ്. ഐ എന്ന് പറഞ്ഞാൽ എന്തേനും? ഞാൻ. ഹി എന്ന് പറഞ്ഞാലോ അവൻ, ഷീ അവൾ, ഇറ്റ് ഇത്, യു നീ, ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അല്ലെങ്കിൽ നൗണ് പേരുകൾ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പേര്. രാജു, രാമു, ട്രെയിന് അല്ലേ, നമുക്ക് എന്ത് പേരാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പേരുകൾ എന്ന് പറയാം. എന്തൊക്കെ പേര് പറയുന്നത് വെച്ചാൽ അതിന് നമ്മൾ നൗണ് എന്ന് പറഞ്ഞാൽ പേരാട്ടോ. നമുക്ക് വേറെ സെക്ഷനിൽ മുന്നേ പറയും ഈ സബ്ജക്റ്റ് അറിയുമ്പോൾ നൗൺ അതിൽ പെടുന്ന കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നൗണ് പറഞ്ഞാൽ പേര്. രാജു, രാധ അല്ലേ, അങ്ങനെയൊക്കെ വരുന്ന പേരുകളാണ് നൗണ്. ഹി എന്ന് പറഞ്ഞാൽ അവന്, ഷീ, ഇറ്റ് അങ്ങനെയൊക്കെ വരുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഒരു നൗണോ അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്, യു, ദേ, വി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലൊരു വേർഡ് ഉണ്ടാവും ഒരു സബ്ജക്റ്റിൻ്റെ തുടക്കത്തിൽ. അതേ പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ? വെർബ്, അയാൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ. അയാൾ ഓടുകയാണെങ്കിൽ ഓടുക, കരയുകയാണെങ്കിൽ കരയുക, ലാഫ്, ക്രൈ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക, ഗോ പോവുക, ഇതൊക്കെയാണ് വെർബ്, അയാൾ ചെയ്യുന്ന ക്രിയ. ഇനി ലാസ്റ്റത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പലർക്കും നമ്മളൊരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആകൂലേ, കംപ്ലീഷൻ പാർട്ട്, അതായത് ഒരു സെൻറ്റൻസ് മുഴുവനാക്കാൻ വേണ്ടി എടുക്കുന്നൊരു ഭാഗത്തെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. രാജു എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. രാജു ഗോ ടു ദ സ്കൂൾ. കണ്ടോ, ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ടു ദ എവിടേക്കാണ് പോകുന്നത്? സ്കൂൾ. അപ്പോൾ അവിടെ ടു ദ സ്കൂൾ എന്നുള്ളതൊരു ഒബ്ജക്റ്റായി നമുക്ക് കണക്കാക്കാം. ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആക്കുന്നത് അല്ലേ, അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഒരു സെൻറ്റൻസ് മുഴുവനാക്കുന്നത് അതിനെ നമ്മൾ കംപ്ലീഷൻ പാർട്ട്, അതാണ് നമ്മളെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായൊരു സബ്ജക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഒരു 4 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ മുകളിലാണ് ഹെഡിങ് കണ്ടില്ല നിങ്ങൾ, SVO കേട്ടോ. എസ് പറഞ്ഞാൽ സബ്ജക്റ്റ് പറഞ്ഞാൽ എന്തേനും? പേര്, നൗണ്, അല്ലെങ്കിൽ അവൾ, അവൻ, ഇത്, ഇവകൾ, നീ അല്ലേ, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അയ്യു, ദേവി, ഹി, ഷീ, ഇറ്റ്. ഓക്കെ. വെർബ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തി. O എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, അതായത് സെൻറ്റൻസിൻ്റെ പ്രവൃത്തിയുടെ കംപ്ലീഷൻ പാർട്ട്. ഇവിടെ എക്സാമ്പിൾ നോക്കൂടെ. ദ പെൻ ഈസ് ബ്യൂട്ടിഫുൾ. ദ പെൻ എന്നുള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ. പെൻ എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്, പേരാണ് അല്ലേ. ദ പെൻ വെർബിൽ കണ്ടോ, ഈസ് നമ്മൾ ഓക്സിലറി വെർബ്സ് പഠിച്ചില്ലേനോ? ഓക്സിലറി വെർബ് അല്ലേ, ഓക്സിലറി പഠിച്ചില്ലേനോ സെക്കൻഡ് പാർട്ടിൽ?
ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ആണ് അല്ലേ? ദ പെൻ ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ പെന്ന് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ എന്നുള്ളതിനാണ് ഒബ്ജക്റ്റായി നമ്മളവിടെ കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. യു ആർ ദ ബെസ്റ്റ്. യു എന്ന് പറഞ്ഞത് ഒരു സബ്ജക്റ്റാണ് അല്ലേ? നീ. ആർ എന്ന് പറഞ്ഞാലോ? ആണ്. ദ ബെസ്റ്റ്. യു ആർ ദ ബെസ്റ്റ്. നീ ബെസ്റ്റാണ്. ഹി വാസ് ടീച്ചിങ് മീ. അടുത്തത് ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. വാസ് എന്ന് എന്താ പറഞ്ഞത് നമ്മൾ? രണ്ടാമത്തെ പാർട്ടിൽ വാസ് ആയിരുന്നു. ടീച്ചിങ് മീ അല്ലേ? ഹി വാസ് ടീച്ചിങ് മീ. അവൻ എന്നെ പഠിപ്പിക്കുമായിരുന്നു. മീ എന്ന് പറഞ്ഞാൽ എന്നെ എന്നുള്ള മീനിങ് ആട്ടോ. ഹി വാസ് ടീച്ചിങ് മീ. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട് എന്നുള്ള അർത്ഥമല്ലേ? രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടോ ഇംഗ്ലീഷിൻ്റെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് പറഞ്ഞാൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നാട്ടോ. ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഒരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കട്ടോ. അപ്പോൾ എല്ലാവരും ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടി പഠിക്കട്ടോ. അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറാണ് കേട്ടോ. ഗ്രാമർ പാർട്ട്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ടാണ്. അതായത് ടെൻസസ് അറിയും. ടെൻസസ് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തെ. ഇപ്പോൾ 3 ടെൻസാണുള്ളത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻ്റ് ആണ് നമ്മളിപ്പോൾ നടക്കുന്ന കാലഘട്ടം, വർത്തമാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ. പാസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടം. ഓക്കെ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാനുള്ള കാലഘട്ടം. അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി നമുക്ക് അടുത്ത ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ പാർട്ടിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഭാഗത്തുനിന്നും നമ്മുടെ FSK ഡിഫൻസ് അക്കാദമിയുടെ ഭാഗത്തുനിന്നും നമ്മൾ വേ ഓഫ് മെത്തേഡ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ വേ ഓഫ് സ്റ്റഡി നമ്മൾ ഇവിടുന്ന് തരും. ഒപ്പം നിങ്ങളും പാടെ പഠിക്കുക കേട്ടോ. നമ്മളെല്ലാവരും നിങ്ങൾക്കൊരു യൂണിഫോം ജോലി അല്ലേ? നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ലൊരു യൂണിഫോം ജോലി അല്ലേ? പാരാമിലിറ്ററി കോഴ്സായ CISF, BSF, SSB, ആസാം റൈഫിൾ, ITBP അല്ലേ? ഇൻഡോ ടിബറ്റൻ ബോർഡ് എന്നിവ ഏതെങ്കിലുമൊക്കെ ഫോഴ്സിലേക്ക് നമുക്ക് എന്തായാലും നമുക്ക് ജോലിയിൽ കയറണം. അതോടൊപ്പം തന്നെ ഒപ്പം ഒരു ജോലി എന്നല്ല, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു സേവനവും പാടെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ജയ് ഹിന്ദ്. താങ്ക് യു.